അപ്പോൾ ധർമ്മസ്ഥലയുടെ അപ്ഡേറ്റ്സ് പറയാനാണ്. ധർമ്മസ്ഥലയിൽ ഇന്ന് SIT പരിശോധന തുടങ്ങിയതിൻ്റെ 3-ാം ദിവസമാണ്. അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ ന്യൂസിലെ കാര്യങ്ങളൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതല്ലാതെ എനിക്ക് പരിചയമുള്ള ആളുകളോടൊക്കെ ചോദിച്ചിട്ട് എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ള കാര്യത്തിലൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ശുചീകരണ തൊഴിലാളി 30 സ്ഥലം സ്പോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് SITക്ക്. ഓക്കെ, അതിൽ തന്നെ 13 സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് തുടങ്ങുന്നത് തന്നെ അവർ സ്നാനഘട്ടത്തിൽ തുടങ്ങിയിട്ടാണ്. സ്നാനഘട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നേത്രാവതിയുടെ എന്താ പറയുക തീരത്തുള്ള സ്നാനഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വിശ്വാസികളായിട്ടുള്ള അമ്പലത്തിൽ അവിടെ വന്നു പോകുന്ന ആളുകളൊക്കെ സ്നാനം ചെയ്യാനും ഈ പൈസയും കോയിനൊക്കെ കൊടുത്തിട്ട് അവിടെ എറിഞ്ഞിട്ട് പോകുന്ന ഒരു ശീലമൊക്കെ അവർക്കൊക്കെ ഉണ്ട്. സോ അത് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലമാണ് നേത്രാവതിയുടെ തീരവും സ്നാനഘട്ടമൊക്കെ. അവിടെ പരിശോധന നടത്തിയിട്ട് പ്രത്യേകിച്ചൊരു തെളിവ് കണ്ടെത്താൻ പറ്റുമെന്നുള്ളതിൽ എനിക്ക് ഉറപ്പില്ല പേഴ്സണലി. കാരണം ഇന്നലെ സ്നാനഘട്ടിൽ നടന്ന പരിശോധനയും നേത്രാവതിയുടെ തീരത്ത് നടന്ന പോയിന്റ് 1 പരിശോധനയിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ആ സ്ഥലങ്ങൾ ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് പോയിന്റ് 2 ഇവരെന്ത് ചെയ്യുന്നത്, ഡോഗ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ട് കടാവർ ഡോഗ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത്. പക്ഷെ ഇന്നും പ്രത്യേകിച്ചൊരു ഇതിലൊരു തെളിവ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അവിടെ ഓൾറെഡി ഫ്ലഡ് വന്ന സമയത്തും നോർമലി അവിടെ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. കാരണം ഈ നേത്രാവതിയുടെ തീരവും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല, അമ്പലത്തിൻ്റേതായി ചുറ്റിപ്പറ്റി കിടക്കുന്ന സ്ഥലങ്ങളിൽ അവർ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് 10 കൊല്ലം 15 കൊല്ലമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ എന്താ പറയുക വന്ന സ്ഥലങ്ങളാണ് ഈ സ്നാനഘട്ടവും നേത്രാവതിയുടെ തീരവും അമ്പലത്തിൻ്റെ ചുറ്റുപാടൊക്കെ. അപ്പോൾ അവിടങ്ങളിൽ ഇനി എന്തെങ്കിലുമൊക്കെ റിമൈനിങ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് ആ ടൈമിൽ അവർക്ക് കിട്ടിയിട്ട് അവരത് അവിടുന്ന് മാറ്റിക്കാണും. സോ ഈ 30 പോയിന്റിൽ 13 പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാടിനോട് ചുറ്റിപ്പറ്റിയിട്ട്, ഓക്കെ, ആൾതാമസമില്ലാത്ത ഇതേപോലെ എന്താ പറയുക പുതിയ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റാത്ത, മനസ്സിലായി, നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ആയിരിക്കണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെളിവുകൾ ഉള്ളത്. ഞാൻ പറയുമ്പോൾ ആ സ്ഥലങ്ങളിൽ നിന്ന് തുടങ്ങിയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. ഓക്കെ, ഇതിപ്പോൾ റോഡിൻ്റെ സൈഡിൽ, സ്നാനഘട്ടത്തിൽ, നേത്രാവതിയുടെ തീരത്തിനടുത്ത്, അപ്പോൾ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് ഈ റിമൈനിങ്സ് ഇനി അവിടെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഭയങ്കര കുറച്ച് മാത്രം പ്രതീക്ഷയുള്ളൂ. അതുകൊണ്ടാണ് പോയിന്റ് 1 ഒന്നും കിട്ടാത്ത. പോയിന്റ് 2 ഇന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഫൈൻ. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ബാക്കി പോയിന്റുകളിലേക്ക്, അതായത് കാടിനടുത്തുള്ള പോയിന്റുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ 1-2 കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ സാധാരണ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ആളുകളിലേക്ക് എത്തിക്കാനോ പറയാറില്ല. ഇത് മലയാളികളായ എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങളുടെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. നിങ്ങൾ ഇത് കുറേ പേരിലേക്ക് എത്തിക്കുക. വൈ? ബിക്കോസ് മലയാളികളായിട്ടുള്ള ഒരുപാട് പേര് അവിടെ മിസ്സിങ് ആണ്. ഇവിടുന്ന് പോയി അവിടെ മിസ്സായിട്ടുണ്ട്. ഓക്കെ, ഞാൻ സംസാരിച്ചതിൽ കുറേ പേർക്കൊന്നും ഇത് തുറന്ന് പുറത്ത് പറയാൻ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാനിനിയിപ്പോൾ എന്ത് വന്നോട്ടെ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. ഒന്ന് ഞാൻ പറയാം, ഇവിടെയുള്ള അമ്പലങ്ങളിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് വിശ്വാസികളെയും കൊണ്ടുപോകുന്ന ടൂർ പാക്കേജുകൾ കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ കുറേ പേര് വിശ്വാസികൾ കൂട്ടമായിട്ട് മലയാളികൾ ഒരു ഗ്രൂപ്പായിട്ട് ധർമ്മസ്ഥലയിൽ പോകാറുണ്ട്. ഒറ്റയ്ക്കും പോകാറുണ്ട്. ഇത് വിശ്വാസികളുടെ കാര്യം. ഓക്കെ, അങ്ങനെ വിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും ധർമ്മസ്ഥലയിലേക്ക് പോയിട്ട് അവിടുന്ന് കാണാതായിട്ടുണ്ടോ എന്നുള്ളത് ആരുടെങ്കിലും ഒക്കെ എന്താ പറയുക, ഒരു നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് എന്നോട് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പറയാം, അല്ലെങ്കിൽ ഇതിനടിയിൽ കമൻ്റ് ഇടാം. ഇതല്ലാത്തൊരു ആസ്പെക്റ്റ് ചെയ്യാൻ നിങ്ങളോട് പറയുകയാണ്. ഈ ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു റിപ്പബ്ലിക് ഓഫ് ധർമ്മസ്ഥല എന്ന് പറയേണ്ടത്, ഇത് ഇന്ത്യയുടെ നിയമത്തിന് അണ്ടറിൽ വരുന്ന പരിപാടിയൊന്നും അല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരമ്പലം, ആ അമ്പലത്തിനെ ചുറ്റിപ്പറ്റി കുറേ ലോഡ്ജുകൾ, ആ അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ നമുക്കൊരു സ്ഥലത്ത് പോയി ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് എവിടെയാണ്? നമ്മളിപ്പോൾ ഞാൻ ദുബായിൽ വന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ റെൻറ്റ്, പിന്നെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ പൈസ, ഫുഡിൻ്റെ പൈസ, 3 കാര്യമാണ്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് എന്തിന് ചിലവാകുന്നോ അതിന് ധർമ്മസ്ഥലയിൽ എക്സ്പെൻസ് ഇല്ല. മനസ്സിലായോ? അവിടെ അമ്പലത്തിൽ നിന്ന് ഫ്രീ ഫുഡ് കിട്ടും. അവിടുത്തെ ലോഡ്ജുകളിൽ പൈസ വളരെ കുറവാണ്, ചെറിയ പൈസയ്ക്ക് താമസിക്കാം. പോലീസോ സിസ്റ്റോ കാര്യങ്ങളോ ധർമ്മസ്ഥലയിൽ കുറേ വർഷങ്ങളായിട്ടില്ല. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പറയുന്നതുകൊണ്ട് ചിലർക്കൊക്കെ ഭയങ്കര പ്രശ്നം തോന്നും.
ബട്ട് സ്റ്റിൽ ഇത് പറയാതെ ഇനി അങ്ങോട്ട് ഈ വിഷയത്തിലൊരു തുമ്പോ സാധനങ്ങളോ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. മലയാളികൾ എസ്പെഷ്യലി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മിസ്സിങ് കേസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ എന്നോട് പേഴ്സണലി ഒന്ന് പറയാം. ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഒരു സംശയമാണ്, മേ ബി കറക്റ്റ് ആവാം, മേ ബി റോങ് ആവാം. ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ധർമ്മസ്ഥല, ഈ ധർമ്മസ്ഥലയിലേക്ക് പല ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഇതിൽ ആര് എന്തൊന്നും ഒരു അലിഗേഷൻ അല്ലെങ്കിൽ അവിടുത്തെ അമ്പല സെറ്റപ്പ് ഇതൊന്നും പറയുന്നില്ല, പല ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും കുട്ടികളെ കൊണ്ടുപോയവരുണ്ടാവാം. ഓക്കെ, കുട്ടികൾ പോയിട്ടുണ്ടാവാം. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് വെറുതെ കിട്ടുന്നുണ്ട്, അവിടെ ഫ്രീ ആണ്, ലോഡ്ജിന് ചെറിയ പൈസയേ ഉള്ളൂ, അവിടെ പോയാൽ ആരും അറിയില്ല, പോലീസുകാരില്ല, റെയ്ഡില്ല, ഒന്നുമില്ലാത്തൊരു സിസ്റ്റം നടക്കുന്ന ഒരു നാട്ടിൽ അങ്ങനെ അവിടെ പോയി ട്രാപ്പിലായി പെട്ടുപോയി തിരിച്ചു വരാൻ പറ്റാതെ കാണാതായ ആളുകൾ ഇഷ്ടം പോലെ കാണും. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും. നമ്മുടെ കേരളത്തിന് തന്നെ പല ആളുകളും ഇതേപോലെ പോയതായിട്ട് 1-2 ഇൻഫർമേഷൻസ് പോയിട്ട് പിന്നെ ഒരു അറിവ് പോലും അവർക്ക് ഇല്ലാത്തൊരു ഇൻഫർമേഷൻസൊക്കെ എനിക്ക് 1-2 പേര് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ അത് ഹിയർസേ ആണ്, എനിക്കതൊരു ഹിയർസേ ആണ്, നേരിട്ടുള്ള അവരുടെ കൂട്ടക്കാരോ കുടുംബക്കാരോ അല്ല. ഓക്കെ, ഇനി ബാംഗ്ലൂർ, തമിഴ്നാട്, പിന്നെ കർണാടകയിലെ തന്നെ ബാക്കി ഡിസ്ട്രിക്റ്റുകളിൽ, തമിഴ്നാട്ടിലെ ബാക്കി ഡിസ്ട്രിക്റ്റുകളിൽ, കേരളത്തിൽ തന്നെ കർണാടകയോട് ക്ലോസ് ആയിട്ട്, ധർമ്മസ്ഥലയോട് ക്ലോസ് ആയിട്ട് കിടക്കുന്ന ജില്ലകൾ, പിന്നെ കുറച്ച് പുറത്തുനിന്നുള്ള ഈ അനന്യ ഭട്ടിൻ്റെ കേസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അവരെവിടെ പഠിച്ചിരുന്ന കുട്ടിയെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്ന ധർമ്മസ്ഥലം. സോ ഇതേപോലെ അടുത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് പല കുട്ടികളും ധർമ്മസ്ഥലയിൽ വന്നിട്ടുണ്ട്, പക്ഷെ തിരിച്ചു പോയിട്ടില്ല. ഫൈൻ. പല പാരൻസും ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് കേസോ കൂട്ടോ കാര്യങ്ങളോ ആയിട്ട് അല്ലെങ്കിൽ മിസ്സിങ് കേസോ ആയിട്ട് പോകുമ്പോൾ ഇവരെ എന്തിനവിടെ പോയി എന്നുള്ളൊരു അന്വേഷണം വരുമല്ലോ. എന്തിന്, എന്ത് കാരണത്തിന്, എന്തുകൊണ്ട്, വൈ ദേ ചൂസ് ധർമ്മസ്ഥല? അമ്പലം മാത്രമാണോ? അമ്പലം മാത്രമാവാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. അവിടെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് ലോഡ്ജ് മുതലാളിമാരെ ക്വസ്റ്റ്യൻ ചെയ്യണം, കൃത്യമായ രജിസ്റ്റർ കീപ്പ് ചെയ്തിട്ടുണ്ടോ നോക്കണം, CCTV ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതില്ലാത്ത കാലഘട്ടത്തിൽ ലോഡ്ജ് മുതലാളിമാരെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു മാഫിയ ഉണ്ട് അവിടെ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാ നോക്കണം. ഈ ലോഡ്ജുകളിൽ വന്നുപോയ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കണം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ 100 കണക്കിന് ആളുകൾ വന്ന് മിസ്സായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് 2016 കർണാടക ബേസ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന അതിക്രമണങ്ങൾ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ടീമിൻ്റെ അടുത്ത് ധർമ്മസ്ഥലയിലെ അന്നത്തെ അസിസ്റ്റൻ്റ് SP എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുമാത്രമല്ല, കേരളത്തിലെ ആക്ഷൻ കമ്മിറ്റി അവർ കൃത്യമായി പറയുന്നുണ്ട്, കേരള വസ്ത്രം ധരിച്ചെത്തിയവരുടെ മൃതദേഹം കുഴിച്ചിട്ടു, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി. ഇത് ഈ ശുചീകരണ തൊഴിലാളി ഭീമ, നമ്മൾ ഭീമ എന്ന പേരിൽ വിളിക്കുന്ന ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞതാണ്, കേരള സെറ്റ് സാരിയിലുള്ള മൃതദേഹങ്ങൾ ഈ ഏരിയകളിൽ കുഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. കേരളത്തിൽ നിന്നും ധാരാളം തീർത്ഥാടകർ എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ ധർമ്മസ്ഥലയിൽ പോയി അവിടെ വെച്ച് നഷ്ടപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ അവിടെ മറവ് ചെയ്തിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലും ഈ സാക്ഷിയായി ഇപ്പോൾ പുതിയ രംഗത്ത് വന്നിട്ടുള്ള ഈ മുൻ ശുചീകരണ തൊഴിലാളി പറയുകയുണ്ടായി. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള സ്ത്രീകൾ, കേരള സാരി ഉടുത്തവർ, സെറ്റ് സാരി ഉടുത്തവരൊക്കെ അവിടെ താൻ മറവ് ചെയ്തിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വലിയ ആശങ്കയുണർത്തുന്ന കാര്യമാണ്. ഇപ്പോൾ ഓൾറെഡി അവിടെ ഉള്ളത് അനന്യ ഭട്ടിൻ്റെ അമ്മ കൊടുത്ത ഒരു പരാതി മാത്രമാണ്. ഇപ്പോൾ DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ബോഡി അവിടെ കണ്ടെടുക്കപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് DNA സാമ്പിളുകൾ ആവശ്യമാണ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പം നമുക്ക് അനന്യ ഭട്ടിൻ്റെ അമ്മയുടെ പരാതി മാത്രമാണുള്ളത്. അപ്പോൾ കൂടുതൽ ആളുകൾ, 100-ലേറെ ആളുകൾ അവിടെ മിസ്സിംഗ് ആണ് എന്ന പേരിൽ അവിടെ ഇപ്പോൾ ഈ കേസ് FIR ഇട്ട അവിടുത്തെ SP അജിത്ത് തന്നെ അവിടെ രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 100-ലേറെ അവിടെ മിസ്സിംഗ് കേസ് അവിടെ ഉണ്ട്, പോലീസ് സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തിയതുണ്ട്. ബൈത്തങ്ങടി പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ധർമ്മസ്ഥലയിലാണെങ്കിലും രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നു. ഓക്കെ, ഇതൊരു കാര്യം ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ നിങ്ങളോട് ഇനിയും പറയുന്നു, ധർമ്മസ്ഥല കേന്ദ്രീകരിച്ച് വർഷങ്ങളായിട്ട് നടക്കാൻ പാടില്ലാത്ത ആക്ടിവിറ്റീസിന് വേണ്ടി
കുട്ടികളെ കൊണ്ടുപോയി ലോഡ്ജ് കേന്ദ്രീകരിച്ച് പല ആക്ടിവിറ്റീസും നടന്നിരിക്കാം. മനസ്സിലായോ? ഇതിലൊക്കെ കാണാതായ കുട്ടികൾ എവിടെ എങ്ങനെ എന്തായി എന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവുമില്ല. അത് കേരളത്തിൽ നിന്നാവാം, കർണാടകയിൽ നിന്നാവാം, തമിഴ്നാട്ടിൽ നിന്നാവാം, ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്നാവാം. ബിക്കോസ് ധർമ്മസ്ഥല ഈ പറഞ്ഞ പോലെ പോലീസില്ല, അവിടെ ഇന്ത്യൻ നിയമങ്ങളില്ല. ഒരു തരത്തിലും നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല അവിടെ ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ. അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് കുറേ കാലങ്ങളായിട്ട്. ഈ അടുത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് അങ്ങോട്ട് മീഡിയ അടക്കം കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. അതുവരെ അവിടെ ഒന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അടക്കം കേരളത്തിലൊക്കെ ഒരുപാട് മിസ്സിങ് കേസുകളില്ലേ കുട്ടികളുടെ, ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടികളും വലിയവരുമായിട്ട് ഇഷ്ടം പോലെ കേസുകളുണ്ട്. തമിഴ്നാട്ടിലും കർണാടകയിലും കാണും. ഞാൻ അറ്റ്ലീസ്റ്റ് മലയാളികളുടെ ഇടയിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്നോട് പേഴ്സണലി ഒന്ന് പറയാം. ഇറ്റ് മൈറ്റ് ഹെൽപ്പ്. ഓക്കെ, ഇറ്റ് മൈറ്റ് ഹെൽപ്പ് ദി ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇവരോട് തന്നെ, കേരളത്തിലുള്ള ആക്ഷൻ കമ്മിറ്റിയോട് തന്നെ, ഇവരിത് മുന്നിട്ടിറങ്ങി മീഡിയയിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ള സമയത്ത് ഇവരോട് വന്ന് പറഞ്ഞ 1-2 കേസുകളുടെ ഡീറ്റെയിൽസ് കൂടി ഇവരിവിടെ പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമുക്കൊരു സഹോദരി ഞങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ണൂരിൽ പോയിരുന്നു. കണ്ണൂരിൽ പിന്നെ അവരുടെ സഹോദരനെ കുറച്ച് ദിവസം കാണാതാവുകയും അപ്പോൾ അതിനുശേഷം അവർ നിരവധി തവണ പോലീസ് സ്റ്റേഷനിലൊക്കെ ബന്ധപ്പെട്ടിട്ടും ഒരു നടപടിയില്ല എന്നുള്ള രീതിയിൽ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് സഹോദരനെ ഒരാഴ്ചയ്ക്ക് ശേഷം വളരെ വിഷമകരമായ രീതിയിൽ സൈഡിൽ നിന്ന് കണ്ടെത്തുകയും റോഡ് സൈഡിൽ നിന്ന് ഒരു മാസത്തിന് ശേഷം റോഡ് സൈഡിൽ നിന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം ഇവർ കൊണ്ടുവന്നു പിന്നീട് പെട്ടെന്ന് തന്നെ ദിവസങ്ങൾക്കകം മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അപ്പം തന്നെ അവരെ കൊണ്ട് നിയമപരമായി നടപടിയെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് ഇതിലൊരു ഭയം വന്നതുകൊണ്ട് നമ്മൾ വെളിപ്പെടുത്തൽ നടത്തിയവര് വീഡിയോ ചെയ്തു. പക്ഷെ പിന്നീട് അവർ ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ ഭയപ്പെടുന്നു, കേസ് കൊടുക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ വരുന്നു. പിന്നെ അതേപോലെ തന്നെ താമരശ്ശേരിയിൽ നിന്ന് ഒരാൾ ജോലി സംബന്ധമായിട്ട് ഈ സ്ഥലത്ത് പോയപ്പോൾ അയാളെ കാണാതാവുകയും ബന്ധുക്കൾ അതുമായിട്ട് ഇടപെട്ട് പോലീസുമായിട്ട് ഇടപെട്ട് എന്നിട്ട് അയാൾ ദിവസങ്ങളോളം കാട്ടിൽ ഒളിച്ച് താമസിച്ച് രക്ഷപ്പെട്ട് വരികയും ചെയ്തൊരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ അതിൽ നിർമ്മല എന്ന് പറയുന്ന ലേഡി നടത്തിയ വെളിപ്പെടുത്തലിലെ ഏറ്റവും ഗുരുതരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു തീർത്ഥാടനത്തിന് വേണ്ടിയാണ് ധർമ്മസ്ഥലയിലേക്ക് അവരുടെ സഹോദരൻ വരുന്നത്. അവിടെ അദ്ദേഹം മിസ്സിംഗ് ആവുന്നു. ഇവർ അന്വേഷിച്ചു പോയപ്പോൾ ബോംബെ പോലീസിന്റെ സഹായത്തോടു കൂടി നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി, കർണാടക പോലീസിന്റെ ബന്ധപ്പെടുത്താതെ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ പറയുന്ന കക്ഷികളെ പിടിക്കുന്നു, ഐഫോൺ ഉൾപ്പെടെ പിടിക്കുന്നു. എന്നിട്ട് അവരെ കൂട്ടി പോകുമ്പോൾ കാട്ടിനുള്ളിൽ ചെന്നിട്ട് അവർ 3 മൃതദേഹങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ഒന്ന് തൂക്കിയിട്ട നിലയിൽ, ഒന്ന് മണ്ണിൽ കിടത്തിയിട്ട നിലയിൽ, മറ്റൊന്ന് ഒഴുകുന്ന അരുവിക്ക് സമീപം അഴുകിയ നിലയിൽ 3 മൃതശരീരങ്ങൾ, നിങ്ങൾ ഇതിലേതാണ് എന്ന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഒന്നും മനസ്സിലാവുന്നില്ല, കാരണം അഴുകി ആ രീതിയിലായിട്ടുണ്ട്. അതിൽ നിന്നൊരു സാമ്പിൾ എടുത്തുകൊണ്ട് DNA പരിശോധനയ്ക്ക് ഈ കുടുംബം അയക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഓക്കെ, അപ്പം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു വ്യക്തിയെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ച് വന്ന മഹാരാഷ്ട്ര. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരള, മനസ്സിലായോ? കർണാടകയിൽ നിന്ന് തന്നെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നുള്ള സ്ഥലങ്ങൾ, ബാക്കി സ്റ്റേറ്റിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്സിലുള്ള ആളുകളൊക്കെ അവിടെ പോകുന്നുണ്ട്, മിസ്സാവുന്നുണ്ട്. 100 കണക്കിന് ആളുകൾ കൊല്ലം മിസ്സാവുന്നു എന്നുള്ള പോലീസുകാരുടെ തന്നെ റിപ്പോർട്ട് കിടക്കുന്നു. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് എത്ര ആളുകൾ അവിടെ മിസ്സായിട്ടുണ്ടാവാം, എത്ര പേര് അങ്ങനെ പോയിട്ടുണ്ടാവും. എന്താണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്? ഇതൊക്കെ ശുചീകരണ തൊഴിലാളി പറഞ്ഞൊരു കൗണ്ടും ആ വ്യക്തി മറവ് ചെയ്തു എന്ന് പറഞ്ഞ കൗണ്ടും അത് പുറത്തെടുക്കുമ്പോൾ ഇപ്പം ആകെ അവിടെയുള്ള അനന്യ ഭട്ടിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ. ഒരു അനന്യ ഭട്ടിൻ്റെ അമ്മയുടെ കേസും കാര്യങ്ങളും മാത്രമായിരിക്കും. അപ്പോൾ കിട്ടുന്ന ബോഡി DNA ടെസ്റ്റ് നടത്തി അനന്യ ഭട്ടാണോ? കാരണം കേസ് ഉണ്ടെങ്കിലല്ലേ സംഗതി നടക്കും. മിസ്സായവരാരെങ്കിലും ഉണ്ടെങ്കിൽ കേസ് കൊടുത്താൽ അവിടുന്ന് ബോഡീസ് റിക്കവർ ചെയ്യുന്ന സമയത്ത് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കേസ് നിലനിന്ന് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ഒറ്റ കേസിൻ്റെ മുകളിൽ SITക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കുറച്ച് പണിയാണ്. മനസ്സിലായോ? സോ കേരളത്തിലുള്ള ആളുകൾ, ഞാൻ പറയല്ലോ, മലയാളികൾക്ക് എന്ത് ഇൻവോൾവ്മെൻറ്റ് ഇതിൽ? കുറേ മുസ്ലിങ്ങളായ മലയാളികൾ ഇറങ്ങി നടക്കുന്നു എന്നാണ് അവിടുത്തെ BJP ബെൽറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കർണാടകയിലെ. പിന്നെ ഈ പറഞ്ഞ മാതിരി കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങുക, ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്, ഇന്ന വ്യക്തിയെക്കുറിച്ച് സംസാരിക്കരുത്. ഇതിനൊക്കെ കാരണമുണ്ട്. ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഓർഡർ വാങ്ങലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഇതിന് കാര്യവും കാരണവും ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറയുന്നുണ്ടായിരുന്നു, ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ
മുതിർന്ന രക്ഷാധികാരിയായിട്ടുള്ള വ്യക്തി വന്നിട്ട് ആ വ്യക്തിയുടെ അനിയൻ്റെ മകൻ്റെ മുകളിലേക്ക് സൗമ്യ എന്ന് പറഞ്ഞ സൗജന്യ എന്ന് പറഞ്ഞ കുട്ടിയുടെ കേസിൻ്റെ അലിഗേഷൻ ചെന്ന സമയത്ത് അയാൾ പറഞ്ഞു ആ വ്യക്തി അമേരിക്കയിലാണെന്നുള്ളത്, പാസ്പോർട്ടൊക്കെ എടുത്ത് കാണിച്ചിട്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ ജയന്ത് എന്ന് പറഞ്ഞ അവിടെ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, മലയാളിയാണ്. ഈ വ്യക്തി സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയില്ല സൗജന്യ കേസ് റിലേറ്റഡ് ആയിട്ടും ഈ പറഞ്ഞ ധർമ്മസ്ഥലയിലെ മുതിർന്ന രക്ഷാധികാരിയുടെ വെളിപ്പെടുത്തലുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ കേസിൽ തെളിവില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? സാർ, തെളിവില്ലാതെ പോയതല്ല സാർ, തെളിവുണ്ടായിരുന്നു. തെളിവ് നശിപ്പിച്ച ഇവിടുത്തെ പോലീസ് ഓഫീസറെല്ലാം കൂടിയിട്ട് അത് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കും അത്രയും പ്രഷറുണ്ട്. ആർക്കാ ഈ അവിടെ വരുന്ന പോലീസ് ഓഫീസർ ഈ ധർമ്മസ്ഥല ഗ്രാമത്തുള്ള ഈ വലിയ പുള്ളി എന്ന് പറയല്ലേ പ്രഭാവി, ആ വലിയ പുള്ളിക്ക് പോയി നമസ്കാരം അടിച്ചെങ്കിലേ പുള്ളിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ല അവിടെ പുള്ളിക്കും ജോലി ചെയ്യാൻ പറ്റിയല്ല. പുള്ളിക്കും അത്രയും പ്രഷറും ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഇൻഡയറക്റ്റ് എന്തോ കൊടുത്താൽ അത് നമുക്കറിയാമല്ലോ, അത് ഇല്ലാത്ത കാര്യം പറയരുതല്ലോ. ഇത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞെങ്കിൽ ആ കൊച്ച് സ്കൂൾ വിട്ടടന്ന് ഒരു നോയമ്പായിരുന്നു. നോയമ്പെന്ന് പറഞ്ഞാൽ വീട്ടിൽ പുത്തരിയായിരുന്നു. വൈകുന്നേരം പുത്തരിയായത് കൊണ്ട് കൊച്ച് വെളുപ്പിനെ പോയി 4 മണിയായപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ബസ് ഇറങ്ങി വന്നു. അതിൻ്റെ 4 മണി 3 മണിക്ക് അവൻ്റെ കൂട്ടുകാർ പറഞ്ഞെന്ന് ഭക്ഷണം കഴിക്കാമെന്ന്, ട്യൂഷൻ ഇല്ലില്ല വീട്ടിൽ പുത്തരിയാന്ന് പറഞ്ഞ്. ആ കൊച്ച് പിന്നെ ഒരു ഭയങ്കര ദൈവത്തെയാണ്. അവിടെ അമ്പലമുണ്ട്, അവിടെ നല്ലൊരു ദേവീക്ഷേത്രമുണ്ട്, ഭയങ്കര ദൈവഭക്തിയാണ് പുള്ളിക്ക് ആ കൊച്ച്. അവിടെ നിന്ന് ആ കൊച്ച് 4 മണിക്ക് ആ നേത്രാവട്ട് ഇറങ്ങിയിട്ട് നടന്നിട്ട് 1.5 കിലോമീറ്റർ നടന്നു പോയപ്പം കാറിനകത്താണ് വിളിച്ചുകൊണ്ട് പോയത്. ഇത് കണ്ടവരുമുണ്ട് സാറേ. അന്നേരം സത്യം പറയാൻ പറ്റിയില്ല. എന്നാലും അത് കഴിഞ്ഞിപ്പോൾ ഈ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളും കണ്ടേ കൊച്ചിനെ കൊണ്ടുവന്ന്, ഇന്നും ജീവന്തം സാക്ഷ്യമുണ്ട് അതിനെ കൊണ്ടുപോയെന്ന് പറയാനായിട്ട്. ആ പറഞ്ഞാൽ അവൻ ബാക്കിയാകുകയില്ല. ഈ കൊച്ചിൻ്റെ പേരിൽ തന്നെ ഇപ്പം ആ കൊച്ചിനെ കൊണ്ടുപോയി മർഡർ ചെയ്ത കാര്യം എല്ലാം അറിയുന്നവരെ 3-4 പേരെ കൊന്നു. ഒന്ന് തൂക്കിക്കൊന്നു, ഒന്ന് സ്ലോ പോയിസൺ മെഡിസിനിൽ കൊന്നു, ഒന്ന് ആക്സിഡൻറ്റിനൊക്കെ. ഇതേപോലെയാണ് ഇവർ കൊല്ലുന്നത്. ഇനി ആരെങ്കിലും മുമ്പിൽ ഒന്ന് പറയുമോ? ഈ വ്യക്തി പറഞ്ഞു കേട്ടല്ലോ, ഈ സൗജന്യ കേസ് നടക്കുന്നത് ഒരു എന്താ പറയുക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത്ര പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഈ 2012, 13, 14 ടൈമിലൊക്കെ അത്യാവശ്യം എന്താ പറയുക ലോകം ആളുകൾക്ക് അറിയാം. സോഷ്യൽ മീഡിയ ഭയങ്കര ഇമ്പാക്റ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം ന്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ അത്യാവശ്യം ആളുകൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സൊസൈറ്റി എല്ലായിടത്തും ഒന്ന് ഇവോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, മൊബൈൽ, ഇൻ്റർനെറ്റ് പരിപാടികളൊക്കെ. അവിടുത്തെ ആളുകൾക്ക് പറയാൻ പേടിയാണ്. ശുചീകരണ തൊഴിലാളി പറഞ്ഞൊരു പാറ്റേൺ ഉണ്ട്. നേത്രാവതിയുടെ തീരത്ത് ഈ ബോഡികൾ കൊണ്ടുവന്നിടുന്ന സമയത്ത് ഒരു കാറ് കാണാറുണ്ട്. ഇത് സെയിം പാറ്റേൺ. ഒരു കാറിൽ ഈ കുട്ടിയെ കൊണ്ടുപോയത് കണ്ടവരുണ്ട്. അവർക്ക് പറയാൻ പറ്റുന്നില്ല, പോലീസുകാർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇത് മാത്രമല്ല, മുന്നോട്ട് ഈ വ്യക്തി കുറേ അധികം കാര്യങ്ങൾ, അതായത് കുറേ ഡൗട്ട്സ്, നമുക്ക് തോന്നുന്നതിനേക്കാൾ ഡൗട്ട്സ് ഇവർക്ക് തോന്നിയത് കൊണ്ടാണ് ഇവർ ഈ കാര്യത്തിൽ ഇറങ്ങി തിരിച്ചത്. ഇവർക്ക് ആളുകൾ അറിയാവുന്നത് കൊണ്ടാണ് ഇവർ ഇറങ്ങി തിരിച്ചത്. അവിടുത്തെ നാട്ടുകാർക്ക് കുറേ പേർക്കൊന്നും പറയാൻ പറ്റാത്ത പേടിയിൽ മാത്രം, പേടിയിൽ നിന്ന് മാറി നിന്ന് ഇതിൻ്റെ സത്യം പുറത്തു വരണമെന്ന് പറഞ്ഞ് വന്നവരാണ് ഇവർ. ഇനി ഇത് മാത്രമല്ല, ഇവർ പറയുന്നുണ്ട് മുന്നോട്ട് സൗജന്യയെ കൊണ്ടുപോയി താമസിച്ച സ്ഥലത്ത്. ഞാനിത് സൗജന്യ കേസ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ലേഡിയെ ഇവർ തട്ടിയിട്ടുണ്ട്. സൗജന്യയെ ഇവർ കൊണ്ടുപോയി താമസിച്ച ഈ 4-5 ഇവർ ചെയ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തികളിൽ ഒരാളുടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് അവിടുന്ന് ഒരു സ്ത്രീ സൗജന്യയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ആ ഭക്ഷണം കൊടുത്ത സ്ത്രീ TV-യിൽ സൗജന്യയുടെ ഫോട്ടോ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു അവരൊരു തട്ടി. മനസ്സിലായോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തോ ബാക്കി കാര്യത്തിലോ ഈ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു, ഉപദ്രവിക്കുന്നു, അതിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. കുറേ ഡീറ്റെയിലിംഗ് ഉണ്ട് ഇതിനകത്ത്. ഇതൊന്നും ഒക്കെ മിസ്സിംഗ് ആണ് പല സ്ഥലത്തും. മനസ്സിലായോ? അതൊന്നും അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേ ഇല്ല. അപ്പം അതും തട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇവർ. പിന്നെ ഈ പറഞ്ഞ രക്ഷാധികാരി, ധർമ്മസ്ഥലയുടെ രക്ഷാധികാരിയായിട്ടുള്ള വ്യക്തി വന്നിരുന്ന് ഈ പാസ്പോർട്ടും കാണിച്ച് എൻ്റെ അനിയൻ്റെ മകൻ അമേരിക്കയിലായിരുന്നു എന്ന് പറഞ്ഞ കഥയും വിശ്വസിക്കാൻ പറ്റാത്ത നാട്ടുകാർ പറയുന്നത്. കാരണം ഒരൊറ്റ ചാനൽ, ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു ചാനൽ, മീഡിയ ബ്രീഫിംഗ് പോലും അല്ലത്, മീഡിയനെ വിളിച്ച് പറഞ്ഞതല്ല, ഒരു ചാനലിൽ അവരൊരു സാധനം ഇട്ടു. ആ കൊടുത്ത പാസ്പോർട്ട് ഒറിജിനലാണോ ഫേക്ക് ആണോ എന്ന് പോലും ആർക്കും മനസ്സിലാവില്ല. ഒരു സാധനം അവർ കാണിച്ചു, അതിൻ്റെ മുകളിൽ അവരെന്ത് ചെയ്തു, ആ പയ്യൻ അന്ന് നാട്ടിലേ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ആ പയ്യൻ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നത്, 2-ാം തീയതി ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടവരുണ്ട്. സൗജന്യയുടെ ഈ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ പയ്യൻ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടവരുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ ഈ ഒറ്റയടിക്ക് അമേരിക്കയിൽ പോകുന്നവർ ചോദിക്കണേ? ഇവർ പറയുന്ന അന്ന് അമേരിക്കയിലാന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ സ്പീച്ച് ചെയ്യുമ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, 2-ാം തീയതി ക്രിക്കറ്റ് കളിച്ച് ആരാ? അന്നേരം പബ്ലിക്ക് തന്നെ
എല്ലാം റെക്കോർഡ് സമയത്ത് അയച്ചു തന്നുണ്ട്. പിന്നെ എന്താ സാർ പറയുന്നത്? പിന്നെ ഞാൻ ചോദിക്കുന്നത്, ശരി ഇവരിങ്ങനെ അവരല്ലെന്നുണ്ടെങ്കിൽ, അവരുടെ മോനല്ലെന്നുണ്ടെങ്കിൽ കർണാടകത്തിലെ ഒരേ ഒരു മാധ്യമത്തിൽ മാത്രം ആ നക്കലി പാസ്പോർട്ട് കാണിച്ചിട്ട് എൻ്റെ മോൻ അമേരിക്ക പോയെന്ന് കാണിച്ചുകൊണ്ട് ഇവർക്കെന്താ ഒരു പ്രസ് മീറ്റിംഗ് ചെയ്യാനായിട്ട്? ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻക്വയറി പ്രസ് മീറ്റിംഗ് ഇവർ പോയെന്നുള്ളതിൻ്റെ എന്തായാലും എയർപോർട്ടിൽ ചെന്ന് എല്ലാം കിട്ടുമല്ലോ. ഇവർക്കൊരു കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് എടുത്ത് നേരിട്ട് ഒറിജിനൽ കൊടുക്കാമല്ലോ. എന്തും കൊണ്ട് കൊടുക്കുന്നില്ല? എന്തും കൊണ്ട് ഇതിന് പേടിച്ചുകൊണ്ടിരിക്കുന്നു? അതുമല്ലാതെ ഈ കൊച്ചിൻ്റെ ഇപ്പോൾ 17 വയസ്സായ കൊച്ചിൻ്റെ മരിച്ച വല്യച്ഛനും ഇവരെല്ലാം അവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ജോലി ചെയ്യുന്ന അവർ കടയുണ്ടായിരുന്നു, നേത്രാവത്തിലും കടയുണ്ടായിരുന്നു, അവിടെ കടയുണ്ട്. ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അന്നേരം ഈ വലിയ പുള്ളീൻ്റെ ഇപ്പം ഈ ഗ്രാമത്തിൽ ഒരാൾ മരിച്ചു കഴിയുമ്പം വലിയ പുള്ളീൻ്റെ അടുത്ത് ഇത് പറയുക, വലിയ പുള്ളി പറയുക അതാ വിട്ടുവിടുക, അതെൻ്റെ കുടുംബത്തെ സമ്മതിച്ചാൽ അവരെല്ലാം സമ്മതിച്ച്, എൻ്റെ കുടുംബത്തെ സമ്മതിച്ചാൽ വിട്ടുവിടാനായിട്ട് സമ്മതിച്ച്. എന്നാലും അതിൻ്റെ കൂടെ ഇനിയൊരു പുള്ളി വിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് നിങ്ങളിനി ഇതിലേക്ക് പോകുമ്പോൾ ജാഗ്രത ചെയ്തേരെ, ഇവിടെ തലേ പോകുമ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ടുകൊണ്ട് പോയി വലിയ കല്ല് വലിയ കല്ല് ആ കല്ലിന് തലയൊന്ന് ഇടിക്കേണ്ട, ഇൻഡയറക്റ്റായിട്ട് അടിച്ച്. അവരുടെ സ്വഭാവം അത് തന്നെ ഇൻഡയറക്റ്റായിട്ട് പുള്ളിക്ക് അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ 10-ാം തീയതി മൃതദേഹം എടുത്തു. അതിന് 11-ാം തീയതി ആകുമ്പോഴത്തേനും ബെൽത്തങ്ങാടി സ്റ്റേഷൻ ഭയങ്കര സമരമായിക്കൊണ്ട് ആൾക്കാർ ഭയങ്കര കൂടി. ഇവരുടെ അത്ര അക്രമം നടന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം കണ്ട് മതിയായിട്ട് ഇപ്പം കുറച്ചൊക്കെ നോളേജ് അന്നേരം ആൾക്കാർ വന്നു. അങ്ങനെ ബെൽത്തങ്ങാടി സ്റ്റേഷനിൽ ചെന്ന് ഭയങ്കര സമരം ചെയ്യാൻ തുടങ്ങിയപ്പം മഹേഷ് തിമറോടി എന്ന് പറഞ്ഞാലേ ഇപ്പം ഇതിൻ്റെ ഒരു കണ്ണായി നിൽക്കുന്നത്, ആ പുള്ളീനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് വരാൻ പറഞ്ഞുകൊണ്ട്. എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ കേൾക്കും, വേറെ ആരും പറഞ്ഞാൽ അത്ര വേഗമൊന്നും കേൾക്കുകയില്ല. അങ്ങനെ പുള്ളിനെ വിളിച്ചിട്ട് ഇപ്പം ഈ ഒരു കേസിനകത്തുണ്ടല്ലോ SIT അനുചേതൻ, ആ പുള്ളി ഉണ്ടെന്ന്. ആ സമയത്ത് ആ പുള്ളി ASP ആയിട്ടുണ്ടായിരുന്നു പുള്ളി. അങ്ങനെ അവിടെ വിളിച്ചു കഴിഞ്ഞിട്ട് ആര് പറഞ്ഞാലും ആൾക്കാർ കേൾക്കുന്നില്ല. ഇത് അറസ്റ്റ് ആവണം, തനിക്കാവണം എന്ന് പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് പുള്ളി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ഈ കേസ് സത്യം പുറത്തുകൊണ്ട് വരുന്ന പണി എൻ്റെയാന്ന് പറഞ്ഞു. പുള്ളി സത്യം പുറത്തുകൊണ്ട് വരുന്ന എൻ്റെ പണിയാന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ചോറുണ്ടോന്ന് ഇരിക്കുമ്പം പോലീസുകാരൻ തന്നെ ഫോൺ ചെയ്യുന്നു വെളുത്തുംകാളിൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അറിയാം സത്യം എന്താണെന്ന്. മഹേഷനെ വിളിച്ച് പറയുന്നു, ഓടിക്കോളാൻ പറയുന്നു. നിങ്ങൾ ഓടിക്കോളാൻ പറയുന്നത്, നിങ്ങൾ ചോറിട്ടിട്ട് ഓടാനാണ് പറയുന്നത് പുള്ളീൻ്റെ അടുത്ത്. പുള്ളി 2 മാസം കാട്ടിലായിരുന്നു. അന്നേരം അന്നത്തെ SP അഭിഷേക് ഗോയൽ ഇവരെല്ലാം ചേർന്ന് പുള്ളിനെ എൻകൗണ്ടർ ചെയ്യാൻ വന്നതാണ്. കണ്ടോ, മിണ്ടിയ വരെ തട്ടാൻ പോലീസുകാരടക്കം റെഡി ആയിട്ടുള്ള ഒരു സംഘം. അതാണ് ധർമ്മസ്ഥല രക്ഷാധികാരി അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള വ്യക്തികൾ, ഇങ്ങനെ കുറേ പേര്. അവർക്ക് സബ്സിഡറി ആയിട്ട് വേറെ കുറേ ബ്രാഞ്ചുകൾ, അവർക്കും താഴെ കുറേ ബ്രാഞ്ചുകൾ. ഇതിലാരൊക്കെ ഇവരുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയൊക്കെ ആളുകളെ ഇല്ലാതാക്കി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അറിവും ആർക്കും ഇല്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് SIT വന്ന് ഇപ്പം ഇങ്ങനത്തെ ഒരു അന്വേഷണം നടക്കുമ്പോൾ കർണാടക പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ആ ഈ SIT രൂപീകരിച്ചു, കാര്യങ്ങൾ മുന്നോട്ട് ഇത്രയേ അവർക്കുള്ളൂ. കേരളത്തിൽ നിന്ന് പ്രഷർ പോകണ്ടേ, ഇവിടെ നിന്നുള്ള മിസ്സിങ് കേസുകൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണം. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടി, പ്രതിപക്ഷം, BJP, ഒരു മനുഷ്യൻ ഇതിൽ മിണ്ടുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ഉണ്ടായിരുന്ന ഇവൻ്റെ മോൻ ഇവർ ചെയ്ത് കൂട്ടായിട്ട് ചെയ്ത് എല്ലാം അറിഞ്ഞു, എല്ലാവർക്കും അറിയാം. ഏതിലെ ബോഡി കൊണ്ടുവന്നിട്ടത്, എങ്ങനെ കൊണ്ടുവന്നിട്ട്. കൊച്ച് രാത്രിയൊക്കെ ചോറ് ചോദിച്ചാൽ, അതിൻ്റെ കൊച്ച് വിശന്നിട്ട് ചോറ് ചോദിച്ചായിരുന്നു, വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട്. അത് ഈ മരിക്കുന്നതും കഴിയും 6 മണിക്കൂർ ബാക്കിലാണ് കൊടുത്തേക്കുന്നത്. അത് റിപ്പോർട്ടിനകത്തുണ്ട്. അതിൽ ആരാ ഈ ചോറ് കൊടുത്തത്, എവിടെയാണ് കൊടുത്തത്? ഈ അതും ഒരു കാര്യം പറഞ്ഞ്, ഈ ചോറ് കൊടുത്ത സ്ത്രീനെ കുളത്തിൽ തള്ളിയിട്ട് കൊന്നു ഒരു വീട്ടിൽ. ഇതിനകത്തുള്ളൊരു അത്യാചാരിയുടെ വീട്ടിലാണ് ചോറ് കൊടുത്തത്. ഈ TVക്കകത്തല്ല ഈ കൊച്ചിൻ്റെ ഫോട്ടോ വന്നപ്പോൾ ഈ കൊച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ, ഇതിനല്ല ഞാൻ ചോറ് കൊടുത്തതെന്ന് പറഞ്ഞ്. അന്നേരം CID തനിക്ക് കഴിഞ്ഞിട്ട് CBI വന്നപ്പോഴത്തേന് ആ തള്ളനെ കുളത്തിൽ തള്ളിയിട്ട് കൊന്നു. അതും കാല് തെന്നി വീണ് ചത്തെന്ന് പറഞ്ഞാക്കി. ഇതൊക്കെ ഇവർ പറയും. അതാ 4 ഞാൻ മറന്നുപോയാലും പറഞ്ഞിട്ട്. ഇങ്ങനെ കൊന്ന ആൾക്കാരെ ഇതുവരെ വലിയ പുള്ളി ഒന്ന്, അതിൻ്റെ പോലെ അനിയന മെയിൻ പുള്ളി. ഇതിൻ്റെ ഈ അത്യാചാരന് അവന് വേണം ഈ പെൺപിള്ളേരെ. ഇവന് ഭയങ്കര എസ്റ്റേറ്റൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. ഒരു 1.5 വർഷം ബാക്ക് ഒരു പറഞ്ഞ് അന്നറിഞ്ഞ് ഇപ്പോൾ അവരെ പെണ്ണുങ്ങളെ ഇത് കിട്ടാത്തതും കൊണ്ട് എസ്റ്റേറ്റിക്കുള്ളവരെ പറഞ്ഞു വിടുന്നു. ഒരാഴ്ചയ്ക്ക് അവളെ നിർത്തിയിട്ടാണ് പറഞ്ഞതെന്ന്. ഒരിക്കൽ നമ്മുടെ പോരാട്ടക്കാരുടെ ബസ്സേ വന്നുകൊണ്ട് ഈ ബസ്സേ എന്ന കാര്യം പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വിളിച്ചായിരുന്നു പുള്ളിനെ. പിന്നെ അവളെ മുമ്പിലൊന്നും കൊണ്ടുവരാൻ പറ്റിയല്ല. ഇവർക്ക് നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് അതേപോലെ അവർക്ക് പെണ്ണ് വേണം. ഇതാ ഇവർ ഉദ്യോഗം. പിന്നെ അത് അപ്പൻ മൂത്തവൻ തുടങ്ങി, അനിയൻ തുടങ്ങി, അനിയൻ്റെ മോൻ തുടങ്ങി.
ഇതെന്താ പറഞ്ഞെങ്കിൽ ഈ അപ്പൻ്റെ ഒരു ടീമാണെന്ന് പറഞ്ഞെങ്കിൽ അനിയൻ്റെ ഒരു ടീം, അനിയൻ്റെ ഒരു ടീമാണെങ്കിൽ മോൻ്റെ ഒരു ടീം, മോൻ്റെ ഒരു ടീമാണെങ്കിൽ ലോഡ്ജിൻ്റെ മാനേജർമാരുടെ ഒരു ടീം, മാനേജർമാരുടെ ടീമാണെന്ന് പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്നവരുടെ ഒരു ടീം, അതൊരു ടീമാണെങ്കിൽ കടക്കാരുടെ ഒരു ടീം, കടക്കാരുടെ ആണെന്ന് പറഞ്ഞെങ്കിൽ ആട്ടോക്കാരുടെ ഒരു ടീം. ഇതേപോലെ അവിടെ ഉള്ളത് അന്ന് ആർക്കും മിണ്ടാൻ പറ്റുമോ? എല്ലാം നെറ്റ്വർക്ക്, എല്ലാവരും അതിനൊരു ഇങ്ങനെ ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരാ. പിന്നെ ഞാൻ ഇതേ കാര്യം പറഞ്ഞ് ഭിക്ഷക്കാരില്ല അവിടെ ധർമ്മസ്ഥലം നോക്കിയോ, ഭിക്ഷക്കാരില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം എനിക്ക് റിപ്പോർട്ട് തന്നിട്ട് എനിക്കറിയാം, ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ കുന്നുകളയുവരെന്ന്. അങ്ങനെ ഞാനൊരു പേജിന് എൻ്റെ പേജിനകത്ത് എഴുതിയിട്ടായിരുന്നു, ഇന്നും കൊണ്ടില്ലെന്ന്. എന്നാൽ കുറേ ആൾക്കാർ വന്ന് അവിടെ വാ നിനക്ക് ഭിക്ഷ ഞാൻ തരാം, ധർമ്മസ്ഥല ലക്ഷദ്വീപ്. ഞാൻ പോയിട്ട് അവിടെ നിന്നെ വീഡിയോ ചെയ്തിട്ട് ഞാനിവിടെ ഉണ്ട് ഭിക്ഷ ഇടാനുള്ള വരാമില്ല. ഇപ്പം മഞ്ഞാനത്തെ കംപ്ലയിൻറ്റിനകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രുതി റിപ്പോർട്ടുള്ളത് ഇവിടെയും ഭിക്ഷക്കാരെ കൊന്നോണ്ട്. ശരിയായില്ല, അത് സത്യമല്ലയോ? ഇവിടെ ഒരു മനുഷ്യനില്ല. ഒന്നി ബസ് ചാർജ് കൊടുത്തിട്ട് മംഗലാപുരത്ത് പറഞ്ഞു വിടും, ഒന്നി ഇങ്ങോട്ട് സകലേശ്വർ ആസന പറഞ്ഞു. ഇത് പോയില്ല തിരിച്ചു വന്നു പറഞ്ഞാൽ അവരെ അവിടുത്തെ ഹോട്ടൽ റൂം ബോയ്സ് ഇവരെല്ലാം കൂടിയിട്ടാണ് കൊല്ലുന്നത്. കേട്ടല്ലോ നിങ്ങൾ അവിടെ എങ്ങനെയാണ് സിസ്റ്റം റൺ ചെയ്യുന്നതെന്നുള്ളത്. അവിടെ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് പെൺകുട്ടികളെ ഇവർ ഉപയോഗിച്ച് തള്ളിയത് എന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ട് കേൾവി പോലും ഇല്ല. നടക്കുമോ എന്നുള്ളത് നമ്മളെപ്പോഴും അത് നടക്കൂ എന്ന് ചിന്തിക്കുന്ന ഒരു തരം പാറ്റേണിൽ വർഷങ്ങളായിട്ട് അവിടെ കൊന്നു തള്ളൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, 0.1 0.2 ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇവർ പറയുന്നതിലൊന്നും തെളിവില്ല അല്ലെങ്കിൽ ഉറപ്പില്ല എന്ന് ആരും കൺക്ലൂഡ് ചെയ്യണ്ട. 30 സ്ഥലങ്ങളുണ്ട്, 30 പോയിന്റ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഈ ശുചീകരണ തൊഴിലാളി ആദ്യം കോടതിയിൽ വന്നപ്പോൾ സമയത്ത് കൊണ്ടുവന്ന ഈ റിമൈനിങ്സ് എടുത്തു കൊണ്ടുവന്നത് കാട്ടിൻ്റെ അകത്തുനിന്ന്. എൻ്റെ വേറൊരു ഭയങ്കര സംശയം എന്താ അറിയോ, SIT പരിപാടികൾ തുടങ്ങിയത് ഈ സ്നാനഘട്ടവും ചുറ്റുപാടും നിന്നാണ്. കാട്ടിലേക്ക് പോകുന്ന സമയത്ത് കാട് അവിടെ ഉണ്ടാവുന്നേ ഒരു ഉറപ്പും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? എന്ത് വേണേൽ അവിടെ നടക്കാം, എന്ത് വേണേൽ അവിടെ സംഭവിക്കാം. സീനനാണ് ഈ ധർമ്മസ്ഥല.